ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്തൊക്കെയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു. അതിൽ ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. സോ അതിൽ കാര്യമായ ചോദ്യം വരുന്ന ഏരിയ വളരെ കുറവാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു. നൗ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമാണ് നമ്മൾ ഈ സെഷനിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. സോ ബേർഡ്സിൻ്റെ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് കംപ്ലീറ്റ്ലി 4 ചേമ്പർ. റെപ്റ്റൈലിൽ വരുമ്പോൾ നമ്മൾ എന്താ കണ്ടത്? 3 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടായിരുന്നു. ചില ഓർഗാൻസത്തിൽ മാത്രം, ക്രൊക്കഡൈൽസ് പോലെയുള്ളതിൽ മാത്രം 4 ചേമ്പേർഡ് കണ്ടു. കാരണം ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ ആയിരുന്നു വെൻട്രിക്കിൾസിൽ നമ്മൾ അവിടെയൊക്കെ കണ്ടത്. ബേർഡ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാമൽസിനെ പോലെ ഒരു കംപ്ലീറ്റ് 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ. സോ കംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ് ഹാർട്ട്. ഡെഫിനറ്റ്ലി 4 ചേമ്പർ ഉണ്ടെങ്കിൽ അതിൽ 2 ഓറിക്കിൾസ് ആയിരിക്കും. ഓറിക്കിൾസിന് വേറൊരു പേരാണ് എട്രിയം എന്നുള്ളത്. അപ്പം എട്രിയ എന്ന് നമ്മൾ 2 ഉണ്ടാകുമ്പോൾ പ്ലൂറലായിട്ട് പറയും. അപ്പോൾ 2 ഏട്രിയ അല്ലെങ്കിൽ 2 ഓറിക്കിൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? 2 വെൻട്രിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് സിമിലർ ടു മാമൽസ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാം ഹാർട്ട് ഓഫ് ദ ബേർഡ് ഈസ് കംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ് വിത്ത് 2 ഓറിക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. നൗ ബേർഡ്സിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലാർജർ ദാൻ അതർ വെർട്ടിബ്രേറ്റ്സ്. ഇപ്പം ഈ വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും അടിച്ചേക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ഹാർട്ടിനേക്കാണെങ്കിൽ വലിയ ഹാർട്ടാണോ പിജിയൻ്റെ ഹാർട്ട് എന്ന് വിചാരിച്ചേക്കരുത്. അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷിയുടെ ഏറ്റവും വലിയ ബേർഡായിട്ടുള്ള ഒട്ടകപ്പക്ഷിയുടെ ഹാർട്ട് എന്ന് വിചാരിക്കരുത്. സോ ദ സൈസ് ഓഫ് ദ ഹാർട്ട് മെൻഷൻഡ് ഹിയർ ഈസ് ആക്ച്വലി വിത്ത് റെസ്പെക്ട് ടു ദെയർ ബോഡി സൈസ്. ഇപ്പോൾ ഏത് ഓർഗാൻസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഹാർട്ടിൻ്റെ വലിപ്പം അതിൻ്റെ ബോഡി സൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള സൈസാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബേർഡ്സിൻ്റെ ഹാർട്ടാണ് among ദി വെർട്ടിബ്രേറ്റ്സ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കമ്പയർഡ് ടു ദി ബോഡി സൈസ്. ഓക്കെ. അപ്പം ഓർമ്മിക്കുക അത്. അല്ലാതെ ആനയുടെക്കാളും വലിയത് പിജിയൻ ഉണ്ട് എന്നല്ല അത് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇറ്റ്സ് കമ്പയറബിൾ ടു ദി ബോഡി സൈസ്. അപ്പം ഹാർട്ട് ഓഫ് ദ ബേർഡ്സ് ഈസ് കംപാരിറ്റീവ്ലി ലാർജർ ദാൻ അതർ വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ. അപ്പം ഒരു റെഡിഷ് കളേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതൊരു ഒറിജിനൽ ബേർഡിൻ്റെ ഡിസെക്റ്റഡ് ഔട്ട് ഫിഗർ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഹാർട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഹാർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉള്ളത്. ഏരിയ ഈ അപ്പെക്സ് പോർഷൻ ഉള്ളിലേക്കും ബേസൽ പോർഷൻ പുറത്തേക്കുമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെയാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിൻ്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി ഇതിപ്പം പ്രിസർവ്ഡ് സ്പെസിമെൻ ആയതുകൊണ്ട് റെഡ് കളറൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്റ്റിൽ ഒറിജിനൽ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് റെഡിഷ് ഇൻ കളർ, കോണിക്കൽ ഇൻ ഷേപ്പ്. അല്ലേ? കോണിക്കൽ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ളത് അല്ലേ? സോ ഇറ്റ്സ് ഒറിജിനലി എല്ലാ ഹാർട്ടും എന്തായിരിക്കും? കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. Where the apex directed backwards and the broad base will be forward. ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഈ ഫിഗർ വരച്ചു വെക്കണേ, ഓർമ്മയിലുണ്ടാവണം. ഹാർട്ട് ഈസ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഫിഗർ അതുപോലെ വരയ്ക്കാനല്ല ഞാൻ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ വരക്കണം. എന്നിട്ട് ഇതിൽ ഇങ്ങനൊരു വര വരയ്ക്കുക. എന്നിട്ട് അതിൽ സ്ട്രക്ചറലി ഇങ്ങനെ ഒരു കമ്പോണൻ്റ് വരയ്ക്കുക. ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, പിന്നെ ഇവിടെ ഒരു വര. എന്നിട്ട് അത് ലേബൽ ചെയ്യണം. ഇതാണ് പെരൈറ്റൽ പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തേക്കുന്ന പെരികാർഡിയൽ സ്പേസ് എന്ന് പറയുന്നത്. നൗ ഇതാണ് വിസറൽ പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതാണ് ഹാർട്ടിൻ്റെ മസിൽ. ഇതാണ് ഇന്നർ എൻഡോകാർഡിയം എന്ന് പറയുന്നത്, ഹാർട്ടിൻ്റെ ഇന്നർ ലെയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരച്ചാൽ മതി. അല്ലാതെ ഇതുപോലെ ഭയങ്കര സ്ട്രക്ചറായിട്ട് മസിലായിട്ടൊന്നും വരക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതാണ് ഒറിജിനൽ ഹാർട്ടിൻ്റെ മസിൽ എന്ന് പറയുന്നത്. പെരൈറ്റൽ ലെയറിൽ 1 ഇതാണ്, പെരൈറ്റൽ ലെയർ 2 ഇതാണ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും അകത്ത് മസിലിനെ കവർ ചെയ്തുകൊണ്ട് അകത്തെ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? എൻഡോകാർഡിയം വെച്ചിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ചിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്സിൽ അത് ഉണ്ടാവണം. സോ ഇറ്റ്സ് എൻക്ലോസ്ഡ് ഇൻ എ തിൻ ട്രാൻസ്പെറൻറ്റ് ആൻഡ് മെംബ്രേനിയസ് സാക്ക്. അപ്പോൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ഹാർട്ടാണെങ്കിലും പെരികാർഡിയം വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. സോ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് 2 ലെയറാണ്. ഔട്ടർ ലെയർ ഈസ് നോൺ ആസ് ദി പെരൈറ്റൽ പെരികാർഡിയം ആൻഡ് ഇന്നർ ലെയർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഹാർട്ട് മസിൽ ഈസ് നോൺ ആസ് ദി വിസറൽ പെരികാർഡിയൽ ലെയർ.
സോ പെരൈറ്റൽ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ വിസറൽ ലെയർ ഉണ്ട്. അങ്ങനെ 2 ലെയർ ഉള്ള ഒരു പെരികാർഡിയം വെച്ചിട്ടാണ് ഇത് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. പെരികാർഡിയം എന്ന് പറയുന്നത് തിന്നാണ്, ട്രാൻസ്പെറന്റ് ആണ്, മെംബ്രേനിയസ് ആണ്. ഓക്കെ, ഈ ഫീച്ചേഴ്സ് ഓർമ്മയിൽ ഉണ്ടാവുക. നൗ പെരൈറ്റൽ ലെയറും വിസറൽ ലെയറിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്? ദർ ഈസ് എ സ്പേസ്, എ വാട്ടർ ഫിൽഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഈസ് ദർ, ആൻഡ് ദാറ്റ് സ്പേസ് ഈസ് നോൺ ആസ് ദി സെറസ്, or otherwise known as pericardial. The fluid is known as the serous and otherwise known as the pericardial fluid. അപ്പം ഒരു pericardial cavity is there between parietal and visceral layer where pericardial fluid or otherwise serous is filled. അപ്പം serous എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവേണ്ട സാധനമാണ്. അതായത് കുറച്ച് കുടുക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഇടാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ടെങ്കിൽ 2 മാർക്കിന് ചോദിക്കും വാട്ട് ഈസ് സെറസ് എന്നുള്ളത്. ഇറ്റ്സ് നത്തിങ്, സിംഗിൾ സെന്റൻസിൽ എഴുതേണ്ടുള്ളൂ, 2 മാർക്കാണ്. ഫുൾ മാർക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് എഴുതി വെക്കൊന്നും വേണ്ട. ഒറ്റ വാക്കിൽ എഴുതിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഒറ്റ സെന്റൻസിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്താണിത്? ഇറ്റ് ഈസ് ദ ലിക്വിഡ് വിച്ച് ഈസ് ഫിൽഡ് വിത്തിൻ ദി പെരികാർഡിയൽ ക്യാവിറ്റി എന്നുള്ളത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഫുൾ മാർക്ക്. അപ്പം സെറസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുക, ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, എന്തായിരിക്കും പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി ഷോക്ക് അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഹാർട്ടിന് നേരിട്ട് ഒരു ഷോക്ക് കിട്ടാതിരിക്കുക, മെക്കാനിക്കൽ ഷോക്ക് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെയും പെരികാർഡിയത്തിന്റെയും ഫംഗ്ഷൻ. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഫ്രം ഷോക്സ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് പെർമിറ്റ്സ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് ദി ബീറ്റിംഗ്. അപ്പോൾ അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പെരികാർഡിയം മറന്നു പോകരുത്. ഈ സ്ട്രക്ചർ നോട്ട്സിൽ ഉണ്ടാവണം. ഇത് വേണമെന്നില്ല കേട്ടോ, ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ലെയർ മാത്രം ആവശ്യം മതി. അപ്പം ഇതിൽ മസിൽസ് ഇങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ് ചെയ്തിട്ട് മസിൽസ് ഇങ്ങനെ കാണിച്ചാൽ മതി. ബാക്കി ലെയേഴ്സൊക്കെ ഫ്രീ ആയിട്ട് കിടന്നോട്ടെ. നൗ ഹാർട്ടിലേക്ക് വരാം. അപ്പം നമ്മൾ പെരികാർഡിയം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി ഹാർട്ട് ഓഫ് ദി ബേർഡ്. ഓക്കെ, സോ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ ഹോളോ ട്രാൻസ്വേഴ്സ്. ഹാർട്ടിന്റെ സ്ട്രക്ചർ ഒന്ന് കോണിക്കലാന്ന് പറഞ്ഞു. അപ്പം നമുക്കത് നോക്കുകയാണെങ്കിൽ 2 ഓറിക്കിൾ ഉണ്ട്, 2 വെൻട്രിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ മോർഫോളജി നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ എ ഗ്രൂവ്. ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗ്രൂവ് ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഡിമാർക്കേറ്റിംഗ്. 2 ഓറിക്കിൾ തമ്മിൽ ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ഓറിക്കിൾസിനെ വെൻട്രിക്കിളുമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ് ഉണ്ട്. അതേസമയം വെൻട്രിക്കിൾസ് 2 ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ് ഇല്ല. ഓർമ്മിക്കുക. അപ്പം ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർ ഓറിക്കുലാർ ഗ്രൂവ് എന്ന് വിളിക്കാം അല്ലെ, 2 ഓറിക്കിൾസിന്റെ ഇടയിലുള്ള ഗ്രൂവ്. ഇതിനെന്ത് വിളിക്കാം? ഓറിക്കുലോ വെൻട്രിക്കുലാർ ഗ്രൂവ് എന്ന് വിളിക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. സോ എക്സ്റ്റേണൽ ട്രാൻസ്വേഴ്സ് ഗ്രൂവ്, കൊറോണറി സൾക്കസ് എന്നും അതിനെ വിളിക്കുന്നുണ്ട്. ഇതിനെ ഈ പറയുന്ന ഓറിക്കുലോ വെൻട്രിക്കുലാർ ഗ്രൂവിനെ, ഓറിക്കുലോ വെൻട്രിക്കുലാർ ഗ്രൂവ്, കൊറോണറി സൾക്കസ്. ഇതൊക്കെ കുടുക്കുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടാൽ 2 മാർക്കിന് അപ്പിയർ ചെയ്യുന്ന ടേംസ് ആണിത്, ഓർമ്മയിൽ ഉണ്ടാവണം. കൊറോണറി സൾക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിക്കുലർ വെൻട്രിക്കുലാർ ഗ്രൂവ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഹോളോ ട്രാൻസ്വേഴ്സ് ഗ്രൂവ് വിച്ച് സെപ്പറേറ്റ്സ് ദി ഓറിക്കിൾസ് ഫ്രം വെൻട്രിക്കിൾസ് എക്സ്റ്റേണലി എന്ന് പറയണം. ഇന്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മെംബ്രേനിയസ് ആയിട്ടുള്ള വേറെ സ്ട്രക്ചേഴ്സ് ആണ്. എക്സ്റ്റേണലി എന്നുള്ളത് പറയണം. ഓക്കെ, സോ സെപ്പറേറ്റ്സ് ദ 2 anterior darker, smaller and thin-walled auricles from the posterior lighter, bigger and thick-walled ventricles. And 2 auricles are separated by another groove called the interauricular groove. Okay. Now internal anatomy-ലേക്ക് പോവാണ്. മോർഫോളജി നമ്മൾ പറഞ്ഞു എന്താണ്? കോണിക്കൽ സ്ട്രക്ചർ ആണ്, അപ്പർ പോർഷൻ ബ്രോഡ് ആണ്, ലോവർ പോർഷൻ കോണിക്കൽ ആണ്. എന്താണ് ഹാർട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്? അപ്പർ പോർഷൻ ഉള്ളിലേക്കും കോണിക്കൽ ആയിട്ടുള്ള ടെർമിനൽ പോർഷൻസ് പുറത്തേക്കും തള്ളി നിൽക്കുന്ന വിധത്തിലായിരിക്കും എന്ന് പറഞ്ഞു. എക്സ്റ്റേണലി ഇന്റർ ഓറിക്കുലാറും അതുപോലെ തന്നെ ഓറിക്കുലോ വെൻട്രിക്കുലാർ ഗ്രൂവ്സും പ്രസന്റ് ആണ് ടു ഡിമാർക്കേറ്റ് ദിസ് പാർട്ട്. നൗ ഇന്റേണലി എടുക്കുകയാണെങ്കിൽ 2 ഓറിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം. ഓക്കെ, ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം. ഇനി നമ്മൾ മാമൽസിന്റെ കേസിലും അതുപോലെ തന്നെ ബേർഡ്സിന്റെ കേസിലും ഒക്കെ കാണുന്ന ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എന്താണത്? ഫോസ ഓവാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആഫ്റ്റർ ബർത്ത് മാത്രമായിരിക്കും പൾമനറി റെസ്പിറേഷൻ വരുന്നത് അല്ലെ. ആഫ്റ്റർ ബർത്ത് ആണ് പൾമനറി റെസ്പിറേഷൻ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ലങ്സിലേക്ക് പോയിട്ട് അവിടുന്ന് ഓക്സിജനേഷൻ നടത്തി തിരിച്ച് വരുന്നത്
ആഫ്റ്റർ ബർത്ത് ആയിരിക്കും. അപ്പം അതിന് മുമ്പേ എന്ത് വേണം, ഈ രണ്ട് ഓറിക്കിളും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവണം. സോ ദാറ്റ്, കാരണം പൾമനറി സർക്കുലേഷൻ നടക്കുന്നില്ല. പൾമനറി സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് വരേണ്ടിരുന്ന ബ്ലഡ് ഇപ്പുറത്തെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഒരു കണക്ഷൻ, ലെഫ്റ്റും റൈറ്റും ഓറിക്കിൾസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? അപ്പം ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്. അപ്പം എന്താ ഫോസ ഒവാലിസ്? ഫോസ ഒവാലിസ് എന്ന് പറയുന്നത് പൾമനറി സർക്കുലേഷൻ ഇല്ലാത്ത സമയത്ത് രണ്ട് ഓറിക്കിൾസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ആഫ്റ്റർ ബർത്ത് എന്തായിരിക്കും? അടയും, നോർമലി അടയും. നമ്മൾ കേസിൽ എടുക്കുകയാണെങ്കിലും അത് അടയും. അപ്പം ആ അടയുന്ന പോർഷനിൽ എന്തുണ്ടാകും? ഒരു ഓവൽ ഏരിയ മാർക്ക് ചെയ്യും. ഓക്കെ, ഓവൽ ഏരിയ. ആ ഓവൽ ഏരിയക്ക് വിളിക്കുന്ന പേരാണ് ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്. ആ ഹോളിന് വിളിക്കുന്ന പേരാണ് ഫൊറാമൻ ഒവെയിൽ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം പൾമനറി സർക്കുലേഷൻ നടക്കാത്ത സമയത്ത് രണ്ട് ഓറിക്കിൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹോളിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഫൊറാമൻ ഒവെയിൽ. ഇത് ബർത്തിനോട് അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഓട്ടയുണ്ടോ അല്ലെങ്കിൽ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോള് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓവൽ മാർക്ക് ഉണ്ടാവും. ആ ഓവൽ മാർക്കിന് വിളിക്കുന്ന പേരാണ് ഫോസ ഒവാലിസ് എന്നുള്ളത്. അപ്പം ഫൊറാമൻ ഒവെയിൽ അടയുമ്പോൾ ഉണ്ടാവുന്ന ഓവൽ മാർക്കാണ് ഫോസ ഒവാലിസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫൊറാമൻ ഒവെയിൽ എന്ന് പറയുന്നത്? ടു സ്കിപ്പ് ദി പൾമനറി സർക്കുലേഷൻ ആണ്. കാരണം ബിഫോർ ബർത്ത് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നതിന് ആവശ്യമില്ല. ഓക്കെ, കാരണം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഒന്നുകിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഓക്സിജൻ വെച്ചിട്ടോ എയർ വെച്ചിട്ടോ, അല്ലെങ്കിൽ മാമൽസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ പ്ലാസൻ്റെ വഴിയോ ആണ്. ഇപ്പം പൾമനറി സർക്കുലേഷൻ അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പൾമനറി സർക്കുലേഷൻ അതിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിൻ്റെ ആബ്സെൻസിൽ രണ്ട് ബ്ലഡും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൊറാമൻ ഒവെയിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ മാർക്കാണ് ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്. അത് മാമൽസിലുണ്ടാവും, ബേർഡ്സിലുണ്ടാവും എന്നുള്ളത് ഓർമ്മിക്കാം. Okay, now the two ventricles are completely separated from each other by a thick muscular interventricular septum. ഇതാണ് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. എവിടെയായിട്ട് നിങ്ങൾക്ക് ഫോസ ഒവാലിസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ പറയുന്ന എയോട്ടിക് ആർച്ച് അത് മാറ്റിയേക്കാണ്, മറിഞ്ഞ് വെച്ചതാണ്. ഓക്കെ, now the right auricle is larger and receives the three large caval veins. അപ്പം കാവൽ വെയിൻസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഡിഫറെൻ്റ് പാർട്സിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന വെയിനിന് പറയുന്ന പേരാണ് കാവൽ വെയിൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പം പ്രീ കാവൽസ്, പോസ്റ്റ് കാവൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രീ കാവൽസും പോസ്റ്റ് കാവൽസും നോക്കിയാൽ നിങ്ങൾ, ദർ ഈസ് എ പോസ്റ്റ് കാവൽ. പോസ്റ്റ് കാവൽ എന്നുള്ള പേരെങ്ങനെയാണ്? ദ വൺ വിച്ച് റിസീവ്സ് ബ്ലഡ് ഫ്രം പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ബോഡിയാണ് പോസ്റ്റ് കാവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പോസ്റ്റ് കാവൽ, ദ വൺ വിച്ച് റിസീവ്സ് ബ്ലഡ് ഫ്രം പോസ്റ്റ് കാവൽ. ഇനി പ്രീ കാവൽസ് രണ്ട് പാർട്ട് ഉണ്ട്. റൈറ്റ് പ്രീ കാവലും ഉണ്ടാവും, ലെഫ്റ്റ് പ്രീ കാവലും ഉണ്ടാവും. നമ്മൾ വീനസ് സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാൻ പറയുന്നത് ഓറിക്കിളിൽ ഏതൊക്കെ ബ്ലഡ് വെസൽസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയേ. 3 കാവൽസ് ആണ്. 3 കാവൽസിൽ ഏതൊക്കെയാണ് 3 കാവൽ വരുന്നത്? 2 പ്രീ കാവലും 1 പോസ്റ്റ് കാവലും. 2 പ്രീ കാവൽ എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് പ്രീ കാവലും ലെഫ്റ്റ് പ്രീ കാവലുമാണ്. ഓക്കെ, പ്രീ കാവൽസ് എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദ വെയിൻ വിച്ച് കളക്ട്സ് ദ ബ്ലഡ് ഫ്രം അപ്പർ അല്ലെങ്കിൽ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. പോസ്റ്റ് കാവൽ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. അതൊന്നേ ഉള്ളൂ. അങ്ങനെ 3 ഓപ്പണിങ്സ് ആണ് നമുക്ക് ഓറിക്കിൾസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഏത് ഓറിക്കിൾസിൽ? റൈറ്റ് ഓറിക്കിൾസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഒന്ന് റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം ഒന്നുകൂടെ കേട്ട് നോക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നാവ് അപ്പം ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഓറിക്കിൾസിലേക്ക് പോയി. ഓറിക്കിൾസിൽ റൈറ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത് നോർമലി നമ്മളെ കേസിലാണെങ്കിലും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരിയിങ് ആയിരിക്കും. അപ്പം അത് കാവൽ വെയിൻസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അതിലേക്ക്. Now the opening of the post caval is guarded by a muscular eustachian valve. Okay, opening of the post caval is guarded by ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട് eustachian valve എന്നുള്ളത്.
ഒന്നുമില്ല, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്, ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Now the right auricle opens into the right ventricle by a crescentic aperture, അല്ലേ? അതിനെയാണ് നമ്മൾ ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചർ എന്ന് പറയുന്നത്. എന്താണ്? റൈറ്റ് ഓറിക്കിൾ വിൽ ബി ഓപ്പണിംഗ് ഇൻ ടു ദി റൈറ്റ് വെൻട്രിക്കിൾ ത്രൂ എ ക്രെസൻറ്റിക് അപ്പർച്ചർ. അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഫോറാമൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചർ ഈസ് ആക്ച്വലി കണക്ടിങ് റൈറ്റ് ഓറിക്കിൾ ടു ദി റൈറ്റ് വെൻട്രിക്കിൾ. മറന്നു പോകരുത്, ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചർ. നൗ ഈ ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചറിൽ എന്തുണ്ട്? There is a valve. So it's furnished with a pair of strong muscular flaps without chordate tendinae. Chordate tendinae എന്ന് പറയുന്നത് it's actually a tendon which is connecting to the valve, ഏതോ ആയിക്കോട്ടെ, for opening and closing. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൾവ് എവിടെയാണ് കാണുക? ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചറിൽ. ഓക്കെ, ഇറ്റ്സ് എ പെയർഡ് സ്ട്രോങ് മസ്കുലാർ ഫ്ലാപ്പ് അപ്പിയറൻസ് ആണ് അതിനുണ്ടാവുക. മസ്കുലാർ ഫ്ലാപ്പ്, ഫ്ലാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെയാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഇത് അടയും ഓപ്പൺ ആവും. അപ്പോൾ നേരെ തിരിച്ചായിരിക്കും ഇതിൻ്റെ കാര്യം എന്ന്. അതായത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് താഴോട്ട് പോകും. മുകളിലേക്ക് വെൻട്രിക്കിൾ പ്രഷറോട് കൂടിയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് പ്രഷർ കൊണ്ട് ഇറ്റ് വിൽ ബി ക്ലോസിങ്. ഇവിടെയാണ് ഓപ്പണിംഗ് എങ്കിൽ ദിസ് ലെയർ വിൽ ഗോ അപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ക്ലോസിങ്. അങ്ങനെ ഒരു മെക്കാനിസം ആയിരിക്കും ഇതിൻ്റെ കേസിൽ ഉണ്ടാവുക. അതാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൾവ് ആൻഡ് ഓറിക്കുലോ വെൻട്രിക്കുലാർ അപ്പർച്ചർ വിച്ച് ഈസ് കണക്ടിങ് റൈറ്റ് ഓറിക്കിൾ വിത്ത് റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പം നോർമലി എന്താണ്? ട്രൈകസ്പിഡ് വാൾവ് ഓഫ് മാമലുമായിട്ടാണ് ഇതിൻ്റെ കമ്പാരിസൺ. ഓക്കെ, നമുക്കറിയാം ട്രൈകസ്പിഡ് ഉണ്ട്, നമുക്ക് ബൈകസ്പിഡ് ഉണ്ട് അല്ലേ? അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ്. ട്രൈകസ്പിഡ് എവിടെയാണെന്നുള്ളത് റൈ. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിലായിരിക്കും നമ്മളെ ട്രൈകസ്പിഡ് ഉണ്ടാവുക. ഓക്കെ, ട്രൈകസ്പിഡ് റൈറ്റ് സൈഡിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈകസ്പിഡ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിളിനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന അപ്പർച്ചറും വിത്ത് വാൾവ്, ആ വാൾവിൻ്റെ പേരാണ് ബൈകസ്പിഡ് വാൾവ് എന്നുള്ളത് നമ്മളെ കേസിലാണ്. ഓക്കെ, ആൻഡ് ട്രൈകസ്പിഡ് ആണ് റൈറ്റ് ഓറിക്കിൾ റൈറ്റ് വെൻട്രിക്കിളിനെ കണക്ട് ചെയ്യുന്ന ആൾ. സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൾവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മസ്കുലാർ ഫ്ലാപ്പ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ the right ventricle having the thinner walls partially encircles the left ventricle having thicker wall. ക്ലിയർ ആണെന്നുണ്ടോ? എൻസർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റും അല്ലേ, ചുറ്റുക എന്നുള്ളതാണ്. അപ്പം ഇത് തിന്നർ വാളുള്ള റൈറ്റ് ഓറിക്കിളാണ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തിക്കർ വാളുള്ള, നോക്കി ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ് അല്ലേ, ഇത്രയുണ്ട്. തിക്കർ വാളുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിനെ കവർ ചെയ്യുന്നുണ്ട്, എൻസർക്കിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിന്റ് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഈ പടം അവിടെ വരച്ച് വെക്കണം, മറന്നു പോകരുത്. ഈ സ്ട്രക്ചർ, ഈ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഉണ്ടാവണം. അപ്പം ഇത് ഉണ്ടാവണം, ഈ സ്ട്രക്ചർ ഉണ്ടാവണം. ഇനി എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയിട്ടുള്ള ഈ ഫിഗറും നിങ്ങൾ അപ്പിയർ ചെയ്ത് വരക്കണം. ക്ലിയർ ആണല്ലോ? എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയിട്ടുള്ള ഈ ഫിഗർ വരക്കണം. ലേബൽ ചെയ്യേണ്ട ഈ ഫിഗർ വിത്തൗട്ട് ലേബൽ മതി. ഓക്കെ, അതേസമയം ഈ ഹാർട്ടിൻ്റെ ഫിഗർ വിത്ത് ലേബിൾ കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ഈ കാര്യം മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് ഓറിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർഷ്യലി ഇതിനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ യു ഹാവ് ടു, റൈറ്റ് വെൻട്രിക്കിൾ ഇതിനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫിഗർ ഇവിടെ വരക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ തിക്ക് വാൾഡ്, റൈറ്റ് വെൻട്രിക്കിൾ തിൻ വാൾഡ്. കമ്പാരിറ്റീവ്ലി ആണ്, ഓറിക്കിൾസ് ആണ് ഏറ്റവും തിൻ വാൾഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ലെഫ്റ്റ് വെൻട്രിക്കിൾ തിക്ക്, ഭയങ്കര തിക്കായത്? ബിക്കോസ് ഇറ്റ് ഹാസ് ടു പമ്പ് ബ്ലഡ് ടു എൻറ്റയർ ബോഡി പാർട്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രഷർ വേണ്ടി വരിക ലെഫ്റ്റ് വെൻട്രിക്കിളായിരിക്കും. അതേസമയം റൈറ്റ് വെൻട്രിക്കിളിന്റെ പണി എന്താണ്? പമ്പ് ബ്ലഡ് ടു ദി ലങ് ആണ്. ലങ് എന്ന് പറയുന്നത് വളരെ അടുത്ത് കിടക്കുന്ന, ഹാർട്ടിന്റെ അടുത്ത് കിടക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് പ്രഷർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സേ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് തിൻ വാൾ മതി. അതേസമയം ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പമ്പിങ് ദ ബ്ലഡ് ടു ഡിഫറെന്റ് ബോഡി പാർട്സ്. സോ ഇറ്റ് നീഡ്സ് ഹൈ പ്രഷർ. ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല തിക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഏറ്റവും തിക്കസ്റ്റ് വാൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഓക്കെ, ഏറ്റവും തിന്നസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓറിക്കിളിൻ്റെതാണ് എന്നുള്ളതും ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഓറിക്കിൾസ് ഏറ്റവും തിന്നാണ്. വെൻട്രിക്കിൾസിൽ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഏറ്റവും തിക്ക്, ബിക്കോസ് ഇറ്റ് ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ദ പ്രഷർ ടു പമ്പ് ദ ബ്ലഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഓക്കെ, now in a transverse section the right ventricle appears crescentic. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലേ, സെമി സർക്കുലർ crescentic appearance കാണാൻ വേണ്ടിയിട്ട് പറ്റും. Now the right ventricles gives off a single trunk, the pulmonary aorta അല്ലെ, നമ്മൾ pulmonary artery എന്ന് പറയുന്ന സംഗതി, which soon divides into two, എന്താണ്, left and right pulmonary arteries that will be going into each lungs of that particular side. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും പോകും. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് എന്ത്, പൾമനറി അയോട്ട എന്ന് പറയുന്നത്. പൾമനറി അയോട്ട രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എന്തായി, ലെഫ്റ്റ് റൈറ്റ് പൾമനറി ആർട്ടറീസ് ആയി. അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ്, ആർട്ടറിയാണ്. ഇത് എന്ന് പറയുന്നത് അയോട്ടയാണ്. ക്ലിയർ ആണല്ലോ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? രണ്ട് സൈഡിൽ ലങ്സ് ഉണ്ട്. ലങ്സിന്റെ ഓരോ ലങ്സിന്റെ സൈഡിലേക്കും എന്ത് പോകും, ഈ പറയുന്ന ആർട്ടറീസിന്റെ ഫർദർ ആയിട്ടുള്ള ഡിവിഷൻസ് പോകും. ഓക്കെ, നൗ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യണം എവിടെയാണെങ്കിലും. ഓക്കെ, അപ്പം ദ ഓപ്പണിംഗ് ഓഫ് ദ പൾമനറി ട്രങ്ക് ഈസ് ഗാർഡഡ് ബൈ 3 സെമി ലൂണാർ വാൾസ്. ഇവിടെ എന്തുണ്ടാവുന്നു, സെമി ലൂണാർ വാൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങോട്ടായിരിക്കും ഇതിന്റെ ഓപ്പൺ. ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നോക്കുക, ഇങ്ങനെ ഉണ്ടാവുന്നു, ഇങ്ങനെ ഉണ്ടാവുന്നു, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ തൽക്കാലം 2 എണ്ണം മാത്രം വെക്കാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ബ്ലഡ് ഇവിടെ നിന്നാണ് ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും, ഇത് ഓപ്പൺ ചെയ്യും, ഇങ്ങനെയാവും. ഇനി ഇങ്ങന്നാണ് ഫോഴ്സ് വരുന്നെങ്കിലോ, മുകളിൽ നിന്ന് താഴോട്ട്, അതായത് അങ്ങോട്ട് പമ്പ് ചെയ്ത ബ്ലഡ് ബാക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിലോ എന്താ സംഭവിക്കുക, അല്ലേ, ഇതിങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ വന്ന് ക്ലോസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് താഴോട്ട് പോകുമോ, ഇല്ല. ഇങ്ങനാണെങ്കിൽ പ്രഷർ എന്താണ്, ഇങ്ങനെ ഇത് മൂവ് ചെയ്യും, എന്നിട്ട് ഈ ഓപ്പണിങ്ങിൽ കൂടെ ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. അതേസമയം താഴോട്ടാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും, ഒരിക്കലും ബ്ലഡ് താഴോട്ട് വരില്ല. അപ്പം ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, 3 സെമി ലൂണാർ വാൾസ് വിച്ച് ഈസ് ഗാർഡിങ് ദി tip of the pulmonary trunk is helping. ക്ലിയർ ആണല്ലോ? നൗ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് പോവാം നമുക്ക്. ലെഫ്റ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ലെഫ്റ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് ആയിട്ടുള്ള ബ്ലഡ് ഫസ്റ്റ് റീച്ച് ചെയ്യുന്ന എവിടെയാണ്, ദാറ്റ്സ് ആക്ച്വലി ദി ലെഫ്റ്റ് ഓറിക്കിൾ. അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിൾ ഈസ് സ്മോളർ and receives 4 pulmonary veins from the lungs. പൾമനറി വെയിൻസ്. അപ്പം അതിന്റെ ഓപ്പണിംഗ് ഇതാ ഇവിടെയാണ് ഉണ്ടാവുക. ഇതിലേക്കാണ് ബ്ലഡ് വന്ന്, ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് നിറയാം. ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള ബ്ലഡ് എന്ത് ചെയ്യണം, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ഔട്ട് ചെയ്യണം. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ഔട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം, അല്ലേ? ഒരു ഓറിക്കുലർ വെൻട്രിക്കുലർ അപ്പേർച്ചർ ഉണ്ടാവണം. ഈ അപ്പേർച്ചർ എന്ന് പറയുന്നത് ഇവിടെ സെമി ലൂണാർ ആയിട്ടുള്ള ഒരു ക്രസന്റിക് ആയിട്ടുള്ള ഓറിക്കുലർ വെൻട്രിക്കുലർ അപ്പേർച്ചറും വാൾവും ഉണ്ടായിരുന്നു. ഓക്കെ, അതേസമയം ഇവിടെ എന്ന് പറയുന്നത് ബൈക്കസ്പിഡ് വാൾവ് തന്നെയാണ്. നമ്മളെ കേസിലുള്ളത് പോലെ ബൈക്കസ്പിഡ് വാൾവാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവുക. സോ ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ബൈ എ സർക്കുലർ ലെഫ്റ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്പേർച്ചർ. നമ്മൾ റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്പേർച്ചർ നേരത്തെ കണ്ടു, ദാറ്റ് ദിസ് പാർട്ട് അല്ലേ, ഈ പാർട്ടിന് നമ്മൾ റൈറ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്പേർച്ചർ എന്നാണ് വിളിച്ചത്. നൗ ഇറ്റ് ഈസ് നോൺ ആസ്, ദിസ് ഓപ്പണിംഗ് ഈസ് നോൺ ആസ് ദി ലെഫ്റ്റ് ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്പേർച്ചർ ആൻഡ് ദിസ് ഈസ് ഗാർഡഡ് ബൈ ബൈക്കസ്പിഡ് വാൾവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, now it's guarded by 2 membranous flaps forming the left auriculoventricular valve, which corresponds to the bicuspid or mitral valve of the mammals. ഞാൻ ഓൾറെഡി പറഞ്ഞു. The flaps are connected to thick capillary muscles arising from the wall of the left ventricles by 2 chordate tendinae. Chordate tendinae is not connected in case of the right auriculoventricular aperture എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് മറന്നു പോകരുത്. Now, the left ventricle gives rise to a single right systemic or aortic arch. അതാണിത്. ഇനി ഇവിടെ ഉള്ള ബ്ലഡ് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ബ്ലഡ് വെസൽ ഉണ്ടാവണം. അപ്പോൾ അയോട്ട ഉണ്ട്, അല്ലേ, അയോട്ട ഉണ്ട്. So aortic arch which is continued as the dorsal aorta, and this dorsal aorta opening is guarded by 3 സെമി ലൂണാർ വാൾസ്. നമ്മളിവിടെ കണ്ടതുപോലെ ഇവിടെ കണ്ടതുപോലെ അതേ സെമി ലൂണാർ വാൾസ് എവിടെയുണ്ട്, ഈ പറയുന്ന ഡോർസൽ അയോട്ടയുടെ ട്രങ്കിലുണ്ട്. ഓക്കെ, അയോട്ടിക് ആർച്ചിന്റെ ട്രങ്കിൽ. Now bars of the muscles called the
trabeculae or columnae carneae transverse the cavities of the ventricles. ഇതാണ്. ഓക്കെ, ഈ ക്യാവിറ്റീസിലൊക്കെ ക്ലോസ്ഡ് ആയിട്ട് ഈ പറയുന്ന ഒരു മസ്കുലാർ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാബിക്കുലേ എന്ന് വിളിക്കാം നമുക്കതിനെ, അല്ലെങ്കിൽ കൊളുംനെ കാർനെ എന്ന് വിളിക്കാം. ഓക്കെ, കൊളുംനെ കാർനെ അല്ലെങ്കിൽ ട്രാബിക്കുലേ. അപ്പോൾ എങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഓറിക്കിൾസ്, വെൻട്രിക്കിൾസ്, അതിൻ്റെ തിക്നെസ്, എങ്ങനെയാണ് രണ്ടും കണക്ട് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് രണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിൽ നിന്ന് ബ്ലഡ് എങ്ങനെയാണ് ഫ്ലോ പോകുന്നത്, ഓറിക്കിൾസ് എങ്ങനെയാണ് ബ്ലഡ് റിസീവ് ചെയ്യുന്നത്, വെൻട്രിക്കിൾസ് എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ കാണുക, എന്നിട്ട് മനസ്സിലാക്കുക, നോട്ട്സ് എഴുതുക, വരക്കാൻ പറഞ്ഞ ഫിഗേഴ്സ് ഒക്കെ കൃത്യമായിട്ട് വരച്ചിരിക്കണം. നൗ കമ്മിങ് ടു ദി വർക്കിംഗ് ഓഫ് ഹാർട്ട്. ഓക്കെ, ഹാർട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. വർക്കിംഗ് ഓഫ് ഹാർട്ട്, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതും എഴുതിയിരിക്കണം. ടൈറ്റിൽ ഉണ്ടാവണം വർക്കിംഗ് ഓഫ് ഹാർട്ട് എന്നുള്ളത്. ടൈറ്റിൽ ഇല്ലാതെ എഴുതരുത്, വിത്ത് സബ് ടൈറ്റിലോട് കൂടിയിട്ട് തന്നെ എഴുതണം. നമ്മളിവിടെ കണ്ടു, കംപ്ലീറ്റ്ലി ഫോർ ചേമ്പേർഡ് ആയിട്ടുള്ള മാമൽസുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹാർട്ടാണ് ബേർഡ്സിൻ്റെ കേസിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് എന്ന് വെച്ചാൽ ഓക്സിജനേറ്റഡ് ബ്ലഡും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വീനസ് ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ക്യാരിയിങ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഓക്സിജനേറ്റഡ്, ഡീഓക്സിജനേറ്റഡ് എന്ന ഡിമാർക്കിങ് ബേർഡ്സിൻ്റെ കേസിൽ മാമൽസിനെ പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഡബിൾ സർക്കുലേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കണം. ഡബിൾ സർക്കുലേഷൻ, എക്സ്പ്ലെയിൻ ഓൺ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇൻ കേസ് ഓഫ് ദി ബേർഡ് ആൻഡ് മാമൽ. ഓക്കെ, നിങ്ങൾ മാമൽസും പഠിക്കുന്നുണ്ട് ഈ സെമ്മിൽ. അപ്പം ഇൻ കേസ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് മാമൽസ്, the heart is completely four chambered, where right part deals with the venous blood and left part deals with the arterial blood. There is a complete 2 types of circulation in case of these organisms. എന്തൊക്കെയാണ് 2 types of circulation? ഒന്ന് പൾമനറി സർക്കുലേഷൻ ആണ്, ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്, അല്ലേ? പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? The blood will go from right ventricle into the lungs and it will come back as oxygenated blood into the left auricle through pulmonary vein. അപ്പോൾ പൾമനറി ആർട്ടറിയിൽ കൂടെ വെൻട്രിക്കിൾസിൽ നിന്ന്, റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നു. അവിടെ നിന്ന് ഓക്സിജനേഷൻ നടന്നതിന് ശേഷം പൾമനറി വെയിനിൽ കൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് വരുന്നു. അപ്പോൾ റൈറ്റ് ഓറിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഓറിക്കിളിൽ അവസാനിക്കുന്ന സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൾമനറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ഏതാ ബ്ലഡ് വെസല്? പൾമനറി ആർട്ടറി. ദെൻ അവിടുന്ന് കാപ്പിലറീസ് ഒക്കെ കഴിഞ്ഞിട്ട് കാപ്പിലറീസ്, ഓക്സിജനേഷൻ, ദെൻ പൾമനറി വെയിൻ, ദെൻ പൾമനറി വെയിനിൽ നിന്ന് ലെഫ്റ്റ് ഓറിക്കിൾ. അപ്പം അതെന്തായി? പൾമനറി സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? പൾമനറി സർക്കുലേഷൻ കഴിഞ്ഞ ബ്ലഡ് നേരെ പോകുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ഡിഫറെൻറ്റ് ബോഡി പാർട്സ്, ഡീഓക്സിജനേഷൻ, ദെൻ കമ്മിങ് ബാക്ക് ടു റൈറ്റ് ഓറിക്കിൾ ത്രൂ കാവൽ വെയിൻസ്. ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒന്നുകൂടെ പാത്ത് ഞാൻ പറയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ഡിഫറെൻറ്റ് ബോഡി പാർട്സ്, ഡീഓക്സിജനേഷൻ, ദെൻ കാവൽ വെയിൻസ്, റൈറ്റ് ഓറിക്കിൾ. അപ്പോൾ ഇങ്ങനെ 2 സർക്കുലേഷൻ ഉണ്ട്, പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ നമുക്ക് ഡബിൾ സർക്കുലേഷൻ എന്നുള്ള ഡെഫിനിഷൻ ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, ബ്ലഡ് ഹാസ് ടു പാസ് ത്രൂ ദ ഹാർട്ട് 2 times in order to complete 1 circulation. That's why in birds and mammals the circulation is known as double circulation. അപ്പോൾ ഈ സെന്റൻസ് അവിടെ ഉണ്ടാവണം. എന്താണ്? The blood has to pass through the heart 2 times in order to complete 1 circulation. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്ന് ബേർഡ്സിലും മാമൽസിലും വിളിക്കുന്നത്. അതിൽ 2 ടൈംസിൽ ഒന്നാമത്തേതാണ് പൾമനറി സർക്കുലേഷനും രണ്ടാമത്തേത് സിസ്റ്റമിക് സർക്കുലേഷനും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് മാർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക.
പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് വെൻട്രിക്കിൾ, പൾമനറി ആർട്ടറി, കാപ്പിലറി, ഓക്സിജനേഷൻ, ദെൻ പൾമനറി വെയിൻ, ലെഫ്റ്റ് ഓറിക്കിൾ. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ഡിഫറെന്റ് ബോഡി പാർട്സ്, ഡീഓക്സിജനേഷൻ, കാവൽ വെയിൻസ്, റൈറ്റ് ഓറിക്കിൾ. അപ്പം ആ ഒരു ഡിമാർക്കേഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഡബിൾ സർക്കുലേഷൻ പറയാം. അപ്പം 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ മാത്രം മതി, പ്ലസ് പൾമനറി സർക്കുലേഷൻ എന്നും സിസ്റ്റമിക് സർക്കുലേഷൻ എന്നുള്ള ടേം കൃത്യമായിട്ട് അവിടെ ഉണ്ടായാൽ മതി. 5 മാർക്കിനാ ചോദിക്കുന്നതാണെങ്കിൽ ആ ബ്ലഡിന്റെ പാത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തേക്കണം. ഞാൻ ഈ പറയുന്ന സംഗതി നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. 5 മാർക്കിന് ഡബിൾ സർക്കുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, 2 മാർക്കിന് ഡബിൾ സർക്കുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതേണ്ടത് എന്നുള്ള കണ്ടന്റ് നിങ്ങളെ നോട്ടിൽ എനിക്ക് കാണണം. Okay, so the first part is the pulmonary circulation, and I already described. So the right ventricle pumps venous blood, oxygen illatta blood, into the pulmonary aorta, which divides into right and left pulmonary arteries, leading to the right and left lungs respectively. From the lungs, oxygenated blood is returned to the left auricle by 4 pulmonary veins. Clear ആണല്ലോ? So that's about pulmonary circulation. Now systemic circulation എങ്ങനെയാണ്? From left auricle, the blood passes through the left auriculoventricular valve into the left ventricle. Then it's driven through the aorta into smaller arteries, which break up into capillaries, and the blood nourishes all tissues of the body. And then it will come back. The capillaries unite to form veins, which finally form 3 great vena cava, അല്ലെങ്കിൽ caval veins. Vena cava എന്ന് പറയുന്നത് caval veins ആണ്, which return the impure blood, എന്ന് വെച്ച് കഴിഞ്ഞാൽ carbon dioxide rich blood, to the right auricle. So that's about the circulation. Now from the systemic circulation, from the right auricle, it passes through the right auriculoventricular valve into the right ventricle, where the pulmonary circulation begins. അപ്പം അങ്ങനെ ഒരു സർക്കുലേഷൻ മെക്കാനിസം ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പം നോക്കുക, നിങ്ങൾ ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ് എന്ത്? പൾമനറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാം എന്താണ്? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നിങ്ങൾ ഇവിടുന്ന് ബ്ലഡ് പോകുന്നു, ലങ്സിൽ മിക്സ് ആവുന്നു, ഓക്സിജനേഷൻ നടക്കുന്നു, ഓറിക്കിളിലെത്തുന്നു, ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിലേക്ക് പോകുന്നു, പിന്നെ ഇപ്പം ഇൻക്ലൂഡിങ് ഇപ്പം ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ ഓൾസോ ഇനർവേറ്റ്സ് ദി ലങ്സ്. കാരണം ലങ്സിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് ലങ്സിലേക്കും സിസ്റ്റമിക് സർക്കുലേഷൻ പോകും. പക്ഷേ പൾമനറി എന്ന് പറയുന്നത് ബ്ലഡ് ഓക്സിജനേഷൻ നടത്താൻ വേണ്ടിയിട്ട് മാത്രം ലങ്സിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പൾമനറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. അല്ലാണ്ട് ഓർഗാൻ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അത് സിസ്റ്റമിക് സർക്കുലേഷൻ തന്നെയായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ദി ഹാർട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതിൽ ഡബിൾ സർക്കുലേഷൻ ഈ പറയുന്ന 5 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഫിഗർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഈ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ടോട്ടൽ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇത് ഫ്ലോ ചാർട്ടായിട്ട് ഉണ്ടായാലും മതി. നിങ്ങളിപ്പം ഫിഗറായിട്ട് വരച്ചില്ലെങ്കിലും ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ ഇടാം. ഓക്കെ, എന്നിട്ട് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ഇട്ടിട്ട് ഹാർട്ടിൻ്റെ 4 ചേംബർ ഉണ്ടാവില്ലേ, 4 ചേംബർ കാണിക്കുക നിങ്ങൾ. എന്താ 4 ചേംബർ അല്ലേ? റൈറ്റ് ഓറിക്കിള്, ലെഫ്റ്റ് ഓറിക്കിള്, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിള്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, അതിലൂട്ട് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ഇവിടുന്ന് പോവുക, ഇവിടെ ലങ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ ഞാൻ ഒന്ന് മാത്രം പൾമനറി മാത്രം കാണിക്കുകയാണ്. അതിനുശേഷം എവിടെയാണ് പോകുന്നത്? നേരെ ലെഫ്റ്റ് ഓറിക്കിലേക്ക് മാർക്ക് ചെയ്യുക. ഇതൊരു ഇങ്കിൽ ആയിരിക്കണം ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വേറൊരു ഇങ്കിൽ വേറത്തെ സർക്കുലേഷൻ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെന്ത് വിളിക്കാം നമുക്ക്? ഇതാണ് പൾമനറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോവുക. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പർ പോർഷനിലേക്ക് പോകണം, ലോവർ പോർഷനിലേക്ക് പോകണം. അപ്പോൾ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി പോവുക. ഓക്കെ, നേരെ പോയിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം, റൈറ്റ് ഓറിക്കിളിലേക്ക് ജോയിൻ ചെയ്യണം. ഇനി ലോവർ പോർഷനിലേക്ക് പോവുക. ലോവർ പോർഷനിലേക്ക് പോയിട്ടും എന്ത് ചെയ്യണം? നേരെ പറഞ്ഞ പോലെ ലെഫ്റ്റ്
റൈറ്റ് ഓറിക്കിളിലേക്ക് പോകണം. ഓക്കെ, റൈറ്റ് ഓറിക്കിളിലേക്കും പോകണം. ഇങ്ങനെ മാർക്ക് ചെയ്താലും മതി. ഈ ഫിഗർ വരയ്ക്കണം നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഏതാണ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളത് അതുണ്ടാവണം. അപ്പോൾ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് ഉണ്ടാവണം. ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ് സിസ്റ്റമിക്കിലും അതുപോലെ തന്നെ പൾമനറി സർക്കുലേഷനിലും പോകുന്നത് എന്ന് കൃത്യമായിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഫിഗേഴ്സൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടാവണം, വിട്ടുപോകരുത്. ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ഹാർട്ട് നന്നായിട്ട് പഠിക്കുക. So we will see the next part, that is arterial system and venous system, in the next sessions.